സങ്കീർത്തനങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ഞാനും ഇതുപോലെ പാട്ടുകളൊക്കെ പാടണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഞാൻ വചനങ്ങളെടുത്ത് പാട്ട് പാടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ സങ്കീർത്തനം കർത്താവാണ് എൻ്റെ ഇടയിൽ നിന്നുള്ള ആ പാട്ട് കേട്ടപ്പം ശരിക്കും ഇനി അവിടെ ചെന്നിട്ട് ബ്രദർ പറഞ്ഞു, മദറൊക്കെ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ 3 പേരാണ് വന്നിരിക്കുന്നത്. അപ്പം കർത്താവാണ് എൻ്റെ ആ പാട്ട് പാടണം എന്നുള്ള വലിയൊരാഗ്രഹം ഞങ്ങൾ 3 പേരാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ വചനങ്ങൾ ഇങ്ങനെ പാട്ടായിട്ട് പാടണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ഒരിക്കൽ ഞാൻ ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കി. ഒരു ആരാധനയ്ക്ക് ഒരു വചനഭാഗം എടുത്ത് ഞാൻ തന്നെ പാട്ടായിട്ട് പാടാൻ വേണ്ടി. അതിതായിരുന്നു: ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഇത് ഞാൻ പാട്ടായിട്ട് ഇങ്ങനെ ഓരോ പ്രാർത്ഥനയുടെ ഭാഗത്തിന് ശേഷം ഇങ്ങനെ പറയാം. അപ്പം ഇന്ന് ഈ സങ്കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ പാട്ടായിട്ട് പാടുന്നത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഒന്ന് പാടിയാലോ എന്നൊക്കെയുള്ള വലിയൊരാഗ്രഹം മനസ്സിൽ. അപ്പം ഈ ക്ലാസ്സുകളിലൂടെ ഒത്തിരി ഉൾക്കാഴ്ചകൾ ലഭിച്ചു. സ്വർഗത്തിൽ തന്നെയാണെന്നുള്ള ആ ഒരു പ്രതീതി കിട്ടിയപ്പോഴത്തേനും തന്നെ ഇനിയും നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി.